ജലീൽ വീണ്ടും ബോംബ് ഭീഷണി. നോർത്ത് ബ്ലോക്കിലാണ് ഇത്തവണ സന്ദേശമെത്തിയത്. ബോംബ് സ്ക്വാഡും ഫയർഫോഴ്സും പരിശോധന നടത്തുകയാണ്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങളുമായി. അർജുൻ, ഈ തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ബോംബ് ഭീഷണി എന്നുള്ളത് മറ്റൊരു കാര്യം. ഒപ്പം തന്നെ നിലവിൽ എങ്ങനെയാണ് ഭീഷണി സന്ദേശം എത്തിയത്, എന്താണ് വിവരങ്ങൾ? അക്ഷയ, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഡൽഹിയിൽ ഇങ്ങനെ തുടരെ ബോംബ് ഭീഷണി ഉണ്ടാകുന്നുണ്ട്. ആദ്യം സ്കൂളുകളിലായിരുന്നു, പിന്നീട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നു. അഹമ്മദാബാദിലെയും ജയ്പൂരിലെയും എല്ലാം തന്നെ സ്കൂളുകളിൽ സമാന രീതിയിൽ ബോംബ് ഭീഷണികൾ ഉണ്ടായിരുന്നു. ഇത്തവണയും ഇമെയിൽ സന്ദേശമായിട്ടാണ് ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്. നോർത്ത് ബ്ലോക്കിൽ ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടെയുള്ള കേന്ദ്ര മന്ത്രാലയങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുന്ന നോർത്ത് ബ്ലോക്കിലാണ് ഇത്തവണ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. ഉച്ചതിരിഞ്ഞ് 3:30 തന്നെ ഈ ആഭ്യന്തര മന്ത്രാലയമുള്ള ഈ നോർത്ത് ബ്ലോക്കിലെ പോലീസ് കൺട്രോൾ റൂമിലെ ഇമെയിൽ ഐഡിയിലായിരുന്നു ഈ ഒരു സന്ദേശം എത്തിയത് എന്ന് പറയുന്നു. തൊട്ട് പിന്നാലെ തന്നെ ആ പ്രദേശത്തേക്ക് ഫയർഫോഴ്സും അതുപോലെ തന്നെ ബോംബ് സ്ക്വാഡും എത്തി ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിലവിൽ സംശയാസ്പദമായിട്ട് ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. സുരക്ഷയുടെ ഭാഗമായിട്ട് ആ പ്രദേശം മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ വലിയ രീതിയിലുള്ള സുരക്ഷയുള്ള പ്രദേശമാണ് ഈ നോർത്ത് ബ്ലോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയാണ് എയർഫോഴ്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം തന്നെ ഉള്ളത്. അവിടെ ഉൾപ്പെടെ വലിയ രീതിയിൽ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പഴുതടച്ച രീതിയിൽ ഇപ്പോഴും പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ എന്തായാലും ഒന്നും തന്നെ സംശയാസ്പദമായിട്ട് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരത്തിൽ തന്നെ ഇതേ രീതിയിൽ ഇമെയിൽ സന്ദേശമായി തന്നെ IP അഡ്രസ്സ് എല്ലാം തന്നെ ഫേക്ക് ചെയ്തുകൊണ്ട്, സ്പൂഫ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ ബോംബ് ഭീഷണി എത്തുന്നു. അതും ഇത്തരത്തിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്നുള്ള തരത്തിലുള്ള ഒരേ രീതിയിലുള്ള കണ്ടന്റ് ഉൾപ്പെടുന്ന സന്ദേശങ്ങളാണ് എത്തുന്നത് എന്നുള്ള കാര്യം കൂടി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യത്തിൽ ആദ്യം ഒരു സ്ഥിരീകരണം നൽകിയത്. ഇത്തരത്തിലൊരു ബോംബ് ഭീഷണി സന്ദേശം വന്നെന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നു. അർജുൻ, വിവരങ്ങൾ നൽകിയത്.